വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആദ്യ പുൽക്കൂട്. ബെത്ലഹേം സന്ദർശിച്ച ശേഷം ക്രിസ്തുവിൻ്റെ എളിയ ജനനം അനുകരിക്കണമെന്ന് ഫ്രാൻസിസിന് തോന്നി. 1223 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് ക്രിസ്തുവിൻ്റെ ജനനം ഒരു പുതിയ രീതിയിൽ ആഘോഷിക്കാനൊരാഗ്രഹം. ആദ്യത്തെ ക്രിസ്തുമസിൻ്റെ തനിമയിലേക്കൊരു തിരിച്ചു നടത്തം. അതിനായി ദേവാലയങ്ങളോ അതിലെ രൂപങ്ങളോ അല്ല, മറിച്ച് മലമുകളിലെ മൃഗങ്ങളുടെ എളിയ കാലിത്തൊഴുത്തു തന്നെയാണ് ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത്. വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനം നടത്തി ക്രിസ്തു ജനിച്ച യഥാർത്ഥ സ്ഥലം കണ്ടതിന് ശേഷമാണ് ഫ്രാൻസിസിന് ഇപ്രകാരം ഒരു ചിന്ത ഉദിച്ചത്. പുൽക്കൂടിൻ്റെ ദാരിദ്ര്യമായിരുന്നു അസീസിയിലെ ആ യുവാവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ആ ദാരിദ്ര്യമാണ് ഇപ്രകാരം ഒരു ക്രിസ്തുമസ് ആഘോഷത്തിന് ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ചത്. ഫ്രാൻസിസ്കൻ സന്യാസിയായ ചലനായിലെ തോമസ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: തിരുപ്പിറവിയുടെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് ഒരു സഹോദരനോട് പറഞ്ഞു, ബെത്ലഹേമിൽ പിറന്ന ഉണ്ണിക്ക് എനിക്കൊരു സ്മാരകം തീർക്കണം. അവൻ്റെ ശൈശവകാല ദുരിതങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു സ്മാരകം. അവൻ പുൽത്തൊട്ടിലിൽ പിള്ളക്കച്ചയിൽ ആടുമാടുകൾക്കിടയിൽ ഉറങ്ങുന്നതിൻ്റെ ഓർമ്മ. അവിടെ ലാളിത്യം ആദരിക്കപ്പെട്ടു, ദാരിദ്ര്യം വാഴ്ത്തപ്പെട്ടു, എളിമ പ്രശംസിക്കപ്പെട്ടു. ഫ്രാൻസിസിൻ്റെ തുണ സഹോദരൻ പുതിയ ബെത്ലഹേം ഉണ്ടാക്കി. രാത്രി പകലുപോലെ പ്രകാശമുള്ളതായി. മനുഷ്യരും മൃഗങ്ങളും ഫ്രാൻസിസിനൊപ്പം പുൽക്കൂടിന് മുമ്പിൽ സന്തോഷത്തോടെ നിന്നു. അവരുടെ നെടുവീർപ്പുകൾ ആർദ്രതയിലും സന്തോഷത്തിലും അലിഞ്ഞുപോയി. പുൽക്കൂട്ടിൽ ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന അർപ്പണം നടന്നു. പുരോഹിതൻ നവ്യമായൊരു ആശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ആ രാത്രിയിൽ ഫ്രാൻസിസിൻ്റെ കൈകളിൽ ഉണ്ണീശോ ഇരിക്കുന്നത് കണ്ടതായി ചിലർ പറയുന്നതിനെപ്പറ്റി വിശുദ്ധ ബനവന്തൂര സാക്ഷ്യപ്പെടുത്തുന്നു. ധീരനും സത്യസന്ധനുമായ ഒരു പടയാളി ഇപ്രകാരം പറയുന്നു: ആ രാത്രിയിൽ പുൽത്തൊട്ടിലിൽ അതിസുന്ദരനായ ഒരു ശിശുവിനെ ഫ്രാൻസിസ് പിതാവ് ഇരു കരങ്ങളും കൊണ്ട് ആലിംഗനം ചെയ്തു. ഉണ്ണിയേശു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രാൻസിസിനെ നോക്കി പുഞ്ചിരിച്ചു. ഫ്രാൻസിസിൻ്റെ പുൽക്കൂടിൻ്റെ വാർത്ത നാട്ടിലെങ്ങും പരന്നു. 1291 ആദ്യത്തെ ഫ്രാൻസിസ്കൻ പാപ്പയായ നിക്കോളാസ് നാലാമൻ റോമിലെ പരിശുദ്ധ മാതാവിൻ്റെ ബസിലിക്കയിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ദൃശ്യം സ്ഥിരമായി ഒരുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അതിനുശേഷം പുൽക്കൂടിലെ ഉണ്ണിയേശുവും ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ നിറമുള്ള ഭാഗമായി. ക്രിസ്തുമസ് പുൽക്കൂട് ദൈവത്തിൻ്റെ സ്നേഹക്കരുതലിൻ്റെ അടയാളമാണെന്ന് പുൽക്കൂടിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ ആത്മീയ വശങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 പുറത്തിറക്കിയ അഡ്മിറബിലെ സിഞ്ഞു എന്ന അപ്പസ്തോലിക രേഖയിൽ വ്യക്തമായി പറയുന്നു. പുൽക്കൂട് നമ്മിൽ ഇത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിക്കാൻ കാരണം ദൈവത്തിൻ്റെ കരുതലാർന്ന സ്നേഹമാണ്. ഫ്രാൻസിസ് അസീസിയുടെ കാലം മുതൽക്കേ പുൽക്കൂട് മനുഷ്യാവതാരത്തിൽ മനുഷ്യപുത്രൻ സ്വീകരിച്ച ദാരിദ്ര്യത്തെ തൊടാനും അനുഭവിക്കാനും നമ്മെ ക്ഷണിച്ചുകൊണ്ട് അത്യാവശ്യക്കാരായ നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ ഈശോയെ കണ്ട് കരുണയോടെ സഹായിക്കുവാൻ ആവശ്യപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോയിൽ നിന്ന് ഫ്രാൻസിസ് അസീസിയെ പോലെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം.